എമ്പുരാൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ട് വെഡിച്ചിൽ ഐറ്റം. പക്ഷേ സിനിമ ആസ് എ ഹോൾ എക്സ്പീരിയൻസ് എനിക്കൊരു ഓക്കെ ഫീൽ മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അവർ ലൂസിഫർ എടുത്ത സമയത്ത് അവർക്ക് ബിസിനസ് ഉണ്ടായി. ഇതിലെന്താ സംഭവിച്ചാൽ ബിസിനസ് കൊണ്ട് സിനിമ ഉണ്ടാക്കിയാണ്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ഉൾട്ട വേർഷൻ. സ്ക്രീനിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, പക്ഷേ സിനിമയുടെ കഥയും അതുപോലെ തന്നെ തിരക്കഥയിലും ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളാണ് സിനിമയിൽ നന്നായിട്ട് ഇഷ്ടമായിട്ടുള്ളത്. അതിലൊരു കാര്യം സ്റ്റീഫൻ. ഇതിപ്പോൾ നമ്മൾ ലൂസിഫറിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ എൻഡ് സീനിൽ വരുന്ന ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു സീനിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ ഉള്ള ഒരു ത്വര ഉണ്ടാക്കുന്ന രീതിയിലാണ് അവസാനിച്ചത്. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ മനസ്സിൽ, ഇദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത്. അതിൽ തന്നെ പറയുന്നത് പോലെ ഒരു സ്മഗ്ലിംഗ് പരിപാടികളൊക്കെ കൊണ്ട് നടക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു നെക്സസ് ആണ് ലൂസിഫറിൽ എബ്രഹാം ഖുറേഷിക്കുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കാം എമ്പുരാനിൽ ഉണ്ടാവുക. ഖുറേഷി എബ്രഹാം എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് അത്തരത്തിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാഗർ എലിയാസ് ജാക്കി വരുമ്പോഴുള്ള ആ ഒരു ഇമ്പാക്റ്റ് പോലും എനിക്ക് ഖുറേഷി എബ്രഹാമിൻ്റെ കാര്യത്തിൽ സ്ക്രീനിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണ് ആ ഒരു പരിപാടി, അദ്ദേഹം ചെയ്യുന്ന ആ പ്രോപ്പർ പരിപാടി എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു സിനിമ കണ്ടിട്ട്. ലൂസിഫറിൽ പറയുന്ന പോലെ അദ്ദേഹത്തിനൊരു ഗോൾ ഉണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന് എന്തായിരുന്നു ആ ഗോള്? നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് വെച്ചാൽ അദ്ദേഹം ഡ്രഗ്സിനെതിരായിരുന്നു. പക്ഷേ ആ കാര്യം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എയിം. അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും അദ്ദേഹം. അതിനെ ബന്ധപ്പെടുത്തി വരുന്ന കേരള രാഷ്ട്രീയത്തിലെ സെനാരിയോയിൽ എല്ലാം കൂടി കൂട്ടിക്കളർത്തിയിട്ട് നല്ലൊരു എൻ്റർടൈനിങ് പാക്കേജ് ആയിട്ടായിരുന്നു എൻ്റെ തിരക്കഥ ഉണ്ടായിരുന്നത്. ഇത് വിഷ്വലി വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അവർ ഇറക്കിയ പൈസൻ്റെ സാധനം സ്ക്രീനിൽ കാണാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ തിരക്കഥയിലുള്ള ആ ഒരു പോരായ്മ എനിക്ക് നന്നായിട്ട് മുഴച്ച് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഹൈ കിട്ടിയ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീഫനായിട്ട് സ്ക്രീനിൽ വരുന്ന സമയത്ത്, അതും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഫൈറ്റ് വന്നതോടുകൂടി അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഫീലിംഗ് ആണ് സിനിമ കാണുമ്പോൾ എനിക്ക് മൊത്തത്തിൽ കിട്ടിയത്. പിന്നെ ഈ ക്യാരക്ടർ പണ്ടത്തെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരിക്കുന്ന പല ക്യാരക്ടറുകളുടെയും ആ ഒരു ക്യാരക്ടർ ആർക്ക് കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി. ഞാൻ വളഞ്ഞു പോകുന്ന പോലെ തോന്നി. ഈ ജതിൻ രാംദാസ് എന്നൊക്കെ പറയുന്ന ക്യാരക്ടറിന് സംഭവിക്കുന്ന കാര്യം എനിക്ക് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. അദ്ദേഹത്തിന് ആ ലൂസിഫറിൽ ഉണ്ടാക്കി വെച്ച ആ ഇമ്പാക്റ്റ് ഇതിലോട്ട് വരുന്ന സമയത്ത് വളരെ ഫെയ്ഡായി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കുറേ ഏരിയയിൽ ഇതേപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ ഒരു 10-25 മിനിറ്റ് എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ട്രെയിലറിലൊക്കെ കാണിക്കുന്ന പോലത്തെ ആ കലാപത്തിൻ്റെ ആ ഒരു ഏരിയ കാണിക്കുക, അത് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടമായി. വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു നമുക്കത് കാണുന്ന സമയത്ത്. നമുക്ക് ആ ഒരു പെയിന് തോന്നുമായിരുന്നു അതിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സംഗതികൾ തന്നെയാണ് സിനിമയിൽ തുടർന്നും വരാൻ പോകുന്നതെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇനീഷ്യൽ 20-30 മിനിറ്റ്സിൽ ഉണ്ടാക്കി വെച്ച ആ സാധനത്തിൻ്റെ ഇമോഷണൽ ഹുക്ക് സിനിമ അവസാനത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് വളരെയധികം അലിഞ്ഞില്ലാണ്ടാവുന്ന പോലത്തെ ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് തോന്നി. കാരണം അത്ര ലെങ്ത്തും ഉണ്ട്. ഒരു 3 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. പല സമയത്ത് വളരെയധികം ലെങ്ത്ത് കൂടുന്നത്, ഒരുപാട് സീൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു ആ സിനിമയുടെ എൻജോയ്മെൻറ്റിനെ പുറകോട്ടടിക്കുന്ന ഒരു കാര്യം. അതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മ്യൂസിക് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. ആ വിർസിന്ത എന്ന് പറഞ്ഞ ആ ഒരു സോങ് നന്നായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതിൽ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംഭവം കുറേ ലെങ്തി ആയിപ്പോയി. ആ സീക്വൻസ് വളരെ ലെങ്തി ആയിപ്പോയി. എന്താണെന്ന് പറയുന്നില്ല, അത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ മൊത്തത്തിലൊരു ഓക്കെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് സിനിമ ആസ് എ ഹോൾ കേട്ടോ. ഞാൻ ഈ ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനി അതുപോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനിൽ കാണാനുണ്ടായിരുന്നു. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകരുടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മേക്കേഴ്സ് പ്രേക്ഷകരുടെ ആ ഒരു എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ അവർ മുൻവിധിയോട് കാണുന്ന പല കാര്യങ്ങളും എല്ലാം മനഃപൂർവ്വം ബ്രേക്ക് ചെയ്യാൻ
ശ്രമിച്ചപ്പോൾ കഥ തെന്നി മാറിപ്പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇങ്ങനെ ഒരു സേയിങ് ഉണ്ട്, നമ്മളൊരു കഥ എഴുതുമ്പോൾ തിരക്കഥ എഴുതുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന സാധനം ഒഴിവാക്കണമെന്ന്. അപ്പോൾ ചില ഏരിയകളിലൊക്കെ അങ്ങനെ ഫസ്റ്റ് മനസ്സിൽ വരുന്ന സാധനം കറക്റ്റായിരിക്കും. ഇവർ ഈ സിറ്റുവേഷനിൽ ഈ സിനിമയുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനീഷ്യൽ ടൈമിൽ തന്നെ മനസ്സിലോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ക്യാൻസലാക്കി. അപ്പോൾ പ്രേക്ഷകരുടെ ചിന്ത എന്ന് പറഞ്ഞ ആ ഒരു എലമെൻറ്റ് മൊത്തത്തിൽ ഡിസ്റിഗാർഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ വളരെ മികച്ച് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് ഫാസിലിൻ്റെ, ഡയറക്ടർ ഫാസിലിൻ്റെ, പിന്നെ അതുപോലെ തന്നെ അഭിമന്യു വില്ലനായിട്ട് വരുന്ന ആ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു തുടക്കത്തിൽ ആ സീൻസൊക്കെ കാണുമ്പോൾ നല്ല നല്ല പവർഫുള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീനിൽ വരുന്ന സമയത്തുള്ള ആ ഒരു പ്രസൻസും അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ സ്ക്രീനിൽ അവർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ നമുക്ക് കറക്റ്റായിട്ട് കൺവേ ആവുന്ന രീതിയിലാണ് പെർഫോമൻസ് വന്നിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും എല്ലാ കൂട്ടരും ടോട്ടൽ ആൾക്കാരെടുക്കുമ്പോൾ ഫാസിലിൻ്റെയും അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെയും ആ പെർഫോമൻസ് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ആവറേജ് അനുഭവം തന്ന ഒരു 50-50 ഓക്കെ ഫീൽ തന്ന ഒരു സിനിമ ആയിരുന്നു. ഞാനൊരു കട്ട ലാലേട്ടൻ ഫാൻ കൂടിയാണ്. ഒരു എന്താ പറയുക, ഒരു നമ്മളിതിനെ ഡിഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് ജെന്യുവൻലി എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാത്ത അവസ്ഥ തുടരാതിരിക്കട്ടെ. ഇനി തുടരും എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഓക്കെ, ബൈ.